She's everything I never knew I wanted, and money won't buy her happiness. Yeah, she's my kind of glamorous. Natural beauty, what it's all about. Tell something to me, can't figure it out. I never thought that I would find someone that I... Hello friends, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഒരു ഷോപ്പിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള സെയിം ഒരു ഷോപ്പാണ്. എവിടെയാണെന്ന് വെച്ചാൽ ഡെക്കാത്തലോണിലാണ് പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാറിൻ്റെ അടുത്തോട്ട് പോവാം. കാറും എടുത്തിട്ട് നമ്മൾ പോകുന്ന ഡെക്കാത്തലോൺ. ഇപ്പം സമയം ഏകദേശം 6 മണിയായി. 7 മണി വരെ ഡെക്കാത്തലോൺ ഉള്ളൂ. 1 മണിക്കൂറിനകത്ത് നമുക്കവിടെ ചെല്ലുക, ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാറിൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ ഇപ്പം ക്ലൈമറ്റ് ഏകദേശം 4 ഡിഗ്രിയൊക്കെയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്നാലും ജാക്കറ്റ് എടുത്തില്ല, ഈ ഒരു സ്വെറ്റർ മാത്രമാണ് എടുത്തത്. ജാക്കറ്റിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ജാക്കറ്റിലുണ്ട് അകത്ത് അത്യാവശ്യം ഹീറ്റൊക്കെ ആയിരിക്കും. ഇവിടെ എവിടെ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാപ്പ് ഇടുക എന്നതാണ്. സോ നമുക്ക് മാപ്പ് ഇടാം. സോ ഗൈസ്, നമ്മളങ്ങനെ കാറിൽ കയറിയിട്ടുണ്ട്. മാപ്പ് ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഏകദേശം 16 മിനിറ്റാണ് കാണിക്കുന്നത്. അതായത് 4.2 മൈൽസാണ്. 16 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് കാണിക്കുന്നു. 6:15 ആകുമ്പോൾ നമ്മളവിടെ എത്തും. 7 മണിക്ക് ഡെക്കാത്തലോൺ അടയ്ക്കും. സോ നമുക്ക് പെട്ടെന്ന് പോയി ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. A few moments later. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇതാ ഇവിടെ ഇട്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോകാം. വണ്ടി ലോക്ക് ചെയ്തില്ല. അകത്തോട്ട് പോവാം. ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്. ഇത് കറീസ്, ഇതാണ് ഡെക്കാത്തലോൺ. അതിൻ്റെ ബോർഡിൻ്റെ ലൈറ്റ് ഇല്ലെന്നു എന്തോ. പിന്നെ നെക്സ്റ്റ് ഹോം, പിന്നെ ടെസ്കോ എക്സ്ട്രാ, ഇങ്ങനെ ഒത്തിരി ഷോപ്പുകളും ഉണ്ട്. വലിയ പാർക്കിംഗ് ഏരിയയാണ്. ഫുള്ള് പാർക്കിംഗ് ഏരിയ. അതൊരു സ്റ്റേഡിയമാണ് ആ കാണുന്നത്. ട്രെയിൻ പോകുന്നുണ്ടോ? അതെന്തോ കണ്ടെയ്നർ ട്രെയിനാണെന്ന് തോന്നുന്നു. നമുക്കിനി ഡെക്കാത്തലോണിൻ്റെ അകത്തോട്ട് കയറാം. 7 മണി വരെ ഉള്ളൂ. അടയ്ക്കാറായോ എന്തോ. അടയ്ക്കാറായി. സിഗരറ്റ് വലിക്കുന്നില്ല ഗൈസ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ UK ഡെക്കാത്തലോണിൽ വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് UK ഡെക്കാത്തലോൺ. ഇതൊക്കെ വിൻ്റർ ഗ്ലൗസുകളാണ്. വാട്ടർ പ്രൂഫ്, വാം. 14 പൗണ്ട്സ് ഒക്കെ ഉള്ളൂ. ഇതൊക്കെ കൊള്ളാം. ഇത് 39 പൗണ്ട്സ്. ഇത് 19 പൗണ്ട്സ്. ഞാനൊരു വിൻ്റർ ഗ്ലൗസ് എടുത്തായിരുന്നു. അത് സാവിറ്റി കാനഡ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 25 പൗണ്ട്സ് ആയിരുന്നു. പിന്നെ ഇതും ഗ്ലൗസുകളാണ്. ഇതൊക്കെ കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞതാണ്. ഇതൊക്കെ ഏകദേശം എത്ര വരും? അത്യാവശ്യം ചീപ്പായിട്ടുള്ള ഗ്ലൗസ്. നമ്മൾ ഇപ്പുറം സൈഡ് വരുമ്പോൾ ഇവിടെ ജാക്കറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. 35 പൗണ്ട്സിൻ്റെ ജാക്കറ്റാണ്. എല്ലാം വിൻ്റർ ജാക്കറ്റ്സാണ്. ഞാൻ വൈഡ് ആംഗിൾ ലെൻസ് ഇടാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു വ്യൂ കിട്ടും നമുക്ക്. ഓക്കെ, വൈഡ് ആംഗിൾ ലെൻസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വാട്ടർ പ്രൂഫ് ജാക്കറ്റാണ് കേട്ടോ. കിഡ്സിൻ്റെതാണ്. നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം ഇവിടുത്തെ സൈക്കിളായിരിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എന്തെല്ലാം സൈക്കിൾസ് ഇവിടെ ഉണ്ടെന്ന് നോക്കാം. നമ്മളിവിടെ കുറച്ച് കളക്ഷൻസ് ഇല്ല. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. സ്പോർട്സ് വെയർ, സ്പോർട്സ് ഐറ്റംസ്. ഗൈസ്, ഇതാണ് സൈക്കിൾ സെക്ഷൻ. കുട്ടികളുടെ സൈക്കിൾസ്. B-Twin. ഇത് എത്രയാണ് റേറ്റ്?
റേറ്റ് കൊടുത്തിട്ടുണ്ടോ? റേറ്റ് കൊടുത്തിട്ടില്ല. റേറ്റ് ഉണ്ട്, 139 പൗണ്ട്സ്. അതായത് നാട്ടിൽ ഏകദേശം 13,000 രൂപ വരും. ഇത് 20,000 രൂപ വരും നാട്ടിൽ. റിവർ സൈഡിൻ്റെ B-twin ഗിയർ സിസ്റ്റം വരുന്ന സൈക്കിളാണ്. ഇത് റോക്ക് റൈഡറിൻ്റെ ഒരെണ്ണമാണ്. ഇത് ഏകദേശം 25,000 വരും, 249 പൗണ്ട്സ് ആണ്. എല്ലാം B-twin ഗിയറാണ് വരുന്നത്. നേരത്തെ അവർക്ക് SRAM-ൻ്റെ ഒക്കെ വരുമായിരുന്നു. എല്ലാം B-twin ഗിയർ വരുന്ന സൈക്കിളാണ്. ഈ സൈഡിൽ വരുമ്പോൾ ഫോൾഡബിൾ സൈക്കിൾസ് ഉണ്ട്. ഇതൊക്കെ ഫോൾഡബിൾ സൈക്കിൾസാണ്. ഇവിടുന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് കാറിലും റൂമിൻ്റെ അകത്തൊക്കെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. ഫോൾഡബിൾ സൈക്കിൾസ് 799 ആണ്. 799, 379. സ്റ്റാർട്ടിങ് 379. ഇത് 379. അത് വരുമ്പം 499 ഫോൾഡബിൾ. അത് ഗിയർ ഏതാ വരുന്നത്? ഷിമാനോ ഏസറാണ് വരുന്നത്. അല്ല, ഷിമാനോ സോറയാണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് സൈക്കിൾസാണ്. അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് ലിവർ ഉണ്ട്, SRAM ഗിയർ സിസ്റ്റം, SRAM എപ്പെക്സ്. എക്സ്പെൻസീവ് ആയിരിക്കും. 999 വരുന്നത്. അതായത് 1000 പൗണ്ട്സ്. 1000 പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 രൂപ. ഇതിൽ ഷിമാനോയുടെ ഹൈഡ്രോളിക് ബ്രേക്കാണ് വരുന്നത്. ഹൈഡ്രോളിക് അല്ല, ഇതാണ് കേബിൾ വരുന്നതാണ്. ഡിസ്ക് ആണെങ്കിലും അത് എല്ലാത്തിലും മെക്കാനിക്കലാണ് വരുന്നത്. ഡിസ്കിൽ ഇത് അവരുടെ ബാറ്ററി ഓപ്പറേറ്റഡ് ആണെന്ന്. 2,300 പൗണ്ട്സ്. ഇതൊരു കിട്ടില്ല സാധനം, റോക്ക് റൈഡറിൻ്റെ. ഇത് കൊള്ളാം കേട്ടോ. ടെക്ട്രോ ജെമിനി ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ഹൈഡ്രോളിക് ബ്രേക്കാണ്. അതിൻ്റെ തന്നെ റെഡ് കളറുണ്ട്. റെഡ് കളർ ഒരു രക്ഷയില്ല. റെഡും ഗ്രീനും. ഇലക്ട്രോണിക്കാണ്, ചാർജബിൾ ടൈപ്പാണ്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് തോന്നുന്നത് അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈക്കിൾ. ഇവിടുത്തെ 2,300 പൗണ്ട്സ്, 2,50,000 രൂപ. ഇതിൽ ഈ ഒരു ഗ്രീനിൽ വരുമ്പോൾ ഇവിടെ സസ്പെൻഷൻ ഇല്ല. അതിൽ ഫ്രണ്ടിൽ ഇത് സസ്പെൻഷൻ ഉണ്ട്. ഗിയർ സിസ്റ്റം വരുന്നത് മൈക്രോ ഷിഫ്റ്റിൻ്റെ അഡ്വെൻറ്റ് X എന്ന് പറയുന്നതാണ്. രണ്ടിനും ഓൾമോസ്റ്റ് സിമിലർ ഗിയർ സിസ്റ്റമാണ് വരുന്നത്. ബ്രേക്ക് സിസ്റ്റം ഇത് ടെക്ട്രോ ജെമിനി എന്ന് എഴുതിയിട്ടുണ്ട്. അതേതോ. പിന്നെ ഫ്രണ്ടിൽ ലോക്കൗട്ടുള്ള സസ്പെൻഷനാണ്. ഹൈഡ്രോളിക് ഡിസ്ക്കാണ് വരുന്നത് രണ്ടിനും. ഇതിൻ്റെ ഡിസ്കിൻ്റെ സൈസ് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. 130 mm ട്രാവലുള്ള സസ്പെൻഷനും അത് 140 mm. അതിന് 2,700 പൗണ്ടാണ്. ഏകദേശം 2,78,000 രൂപ വരും. ഇത് റോക്ക് റൈഡറിൻ്റെ വേറൊരെണ്ണം. ഇത് 70,000 രൂപ വരും. കൊള്ളാം, നല്ല സൈക്കിളാണ്. ഷിമാനോ ഡിയോറാണ് വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല സൈക്കിളാണ്. മറ്റേത് ഇലക്ട്രിക്കും ചാർജബിളും കൂടെ ആയിട്ടുള്ളത് കൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. സോ നമ്മുടെ നാട്ടിലില്ലാത്ത സൈക്കിൾസാണ് ഇവിടെ ഉള്ളത്. ഡീകാത്തലോണിൻ്റെ നമ്മുടെ നാട്ടിൽ കുറച്ച് ലിമിറ്റഡ് മോഡൽസേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇതുണ്ടെന്ന് തോന്നുന്നു, റോക്ക് റൈഡറിൻ്റെ ST540 വേറെ കളറാണെന്ന് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ST540 ഉള്ളതാണ്. അത് ഏകദേശം 350,000 രൂപ. അപ്പോൾ ST540 എന്നത്. ബട്ട് ഇത് മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ്. എൻ്റെ കയ്യിൽ ഇരുന്നത് ഹൈഡ്രോളിക്ക്. മേ ബി വേറെ എന്തെങ്കിലും മോഡലായിരിക്കും. ST120 ആണ്. ഇത് നോർമൽ മോഡൽ സൈക്കിൾസാണ്. എന്തായാലും ഈ രണ്ട് സാധനം കിടില്ല. ഇതിൻ്റെ മോഡൽ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ 2 ഫോട്ടോ എടുക്കട്ടെ. ഇത് വരുന്നത് റെഡ് സൈക്കിൾ വരുന്നത്
എക്സ്പ്ലോർ 520S ആണ്. ഈ ഗ്രീന് വരുന്നത് എക്സ്പ്ലോർ 700 ആണ്. പിന്നെ ഇതും മോട്ടറൈസ്ഡ് ആണ്. ഇത് 1,00,000 രൂപയാണ്. ST100,000 pounds. ശരിക്കും കയറ്റമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കയറ്റത്തിലൊക്കെ ചവിട്ട ഇതാ കുറച്ചൊരു സെമി മോട്ടോർ വരുന്നതൊക്കെ നല്ലതാണ്. സൈക്കിളിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മീറ്റും ചെയ്യും, എന്നാൽ നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിനും യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ബേസിക് സൈക്കിൾസാണ്. എന്തായാലും കൊള്ളാം. അവരുടെ പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ ഡിക്കാത്തലോൺ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ST500. ST500 വേറെ കളറ് 249. ഇപ്പോൾ ഓഫറുണ്ട്, 250 pounds കിട്ടും. നമുക്ക് വേറെ സെക്ഷനിലോട്ട് പോവാം. സോ ഗൈസ്, അതാണ് സൈക്കിൾ സെക്ഷൻ. ഇനി നമുക്ക് സ്പോർട്സ് സെക്ഷനിലോട്ട് പോവാം. ഗൈസ്, ഇത് സ്പോർട്സ് സെക്ഷൻ. ഇവിടെ നമ്മുടെ ബാഡ്മിൻ്റൺ റാക്കറ്റ്സ്, ടെന്നീസ് റാക്കറ്റ്. ബാഡ്മിൻ്റൺ റാക്കറ്റ് ഇതാണ്. ഇത് ബേസിക് വണ്ണാണ്, 9 pounds ആണ്. ഇത് 14 pounds. ബിഗിനർ റാക്കറ്റാണ്. പിന്നെ മാവിസിൻ്റെ ഷട്ടിൽ കോക്സ് ഉണ്ട്, 300. എല്ലാം 300ഉം 600ഒക്കെയുള്ള. നമുക്ക് സൈക്കിളിൻ്റെ ആക്സസറീസ് നോക്കാം. അവിടെ ഉണ്ട് സൈക്കിളിൻ്റെ ആക്സസറീസ്. സൈക്കിളിൻ്റെ ആക്സസറീസിൽ എന്തൊക്കെയുണ്ട് നോക്കാം. നാട്ടിൽ കാണുന്നതിന് തന്നെ ലൈറ്റ്സും ബോട്ടിൽ ഹോൾഡേഴ്സും ഈ ടൈപ്പ് മഡ് ഗാർഡ്സൊക്കെ ഉണ്ട്. ഇത് 9 pound, 900 rupees. ഇത് 3 pound എന്ന് പറയാം, 300 രൂപ. ഇത് കണ്ടോ, ഇത് ഒരു വെറൈറ്റീസാണ്. കുട്ടികളെ ഇരുത്തുന്ന സംഭവം സൈക്കിളിൽ. ഇത് ടയേഴ്സാണ്. ടയേഴ്സ് ഇപ്പോൾ ഒരു നമ്മൾ MTBയുടെ ഒക്കെ ആണെങ്കിൽ 20 pound, 17 pound ഇത്രയൊക്കെ ഉള്ളൂ. കുട്ടികൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്കൂട്ടർ. ഇത് അഡൽറ്റിന് പറ്റിയ, വലിയ ആൾക്കാർക്ക് പറ്റിയത്. 150 pound. ഫോൾഡിങ്, ഡുവൽ ഫോൾഡിങ് ആണ്. 2 item ഇടയ്ക്ക് വെർട്ടിക്കലായിട്ട് വയ്ക്കാൻ പറ്റും ഈ സാധനം. 150 pound. ഇലക്ട്രിക് ആണോ എന്ന് നോക്കിയാൽ ഇലക്ട്രിക്കൊന്നുമല്ല, മാൻ പവറാണ്. ഫുൾ മാൻ പവറിൽ വർക്ക് ചെയ്യുന്നത്. സ്കേറ്റിംഗ്. ഈ സ്കേറ്റിംഗ് കാണുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരനെ ഓർമ്മ വരണം, എൻ്റെ വിവേക് മോൻ. വിവേക് മോനെ സ്കേറ്റിംഗ് ഷോ ഒക്കെ കണ്ടോ? നെസ്റ്റു അല്ലേ, നെസ്റ്റു. ഇത് ഫുൾ ലേഡീസ് സെക്ഷനാണ്, ഇത് ഫുൾ ജെൻസ് സെക്ഷനാണ്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സാധനമാണെങ്കിലും വിൻ്റർ വെയറാണ് ഉള്ളത്. ഈ ഹുഡിയും എല്ലാം. 9 pound ആ ടീഷർട്ടിൻ്റെ റേറ്റ്. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഫിറ്റ്നസ് വെയർ നോക്കാം. ഫിറ്റ്നസ് വെയർ ഡ്രസ്സുകൾ. അത് ഹുഡിയാണ്, നല്ലതാണ്. വർക്കൗട്ട് ആകുമ്പം ഇടാൻ പറ്റിയ സാധനം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 19 pounds. ഇത് 29 pounds.
നമ്മുടെ ഈ നാട്ടിലെ റേറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വില കൂടുതലാണ്. ഡിക്കാത്ലോൺ ഇപ്പം ഫ്രാൻസ് ആണെങ്കിലും റേറ്റ് ഉണ്ട്. UK സോക്സൊക്കെയാണ്. സോക്സിൻ്റെയൊക്കെ റേറ്റ് 3 15 പൗണ്ട് അർട്ടങ്കയുടെ. നമ്മളവിടെ ഏകദേശം ആ റേറ്റൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പുള്ളിക്കാരൻ ബാഡ്മിൻ്റൺ പ്ലെയറാണ്. പുള്ളിക്കാരൻ പറഞ്ഞു സോക്സൊക്കെ മേടിക്കുമ്പോഴും ബാഡ്മിൻ്റൺ സോക്സ് തന്നെ മേടിക്കണം ബ്രാൻഡിൻ്റെ, അതായത് യോണിക്സ്, ലീനിങ് അങ്ങനെയുള്ള ബാഡ്മിൻ്റൺ ബ്രാൻഡിൻ്റെ സോക്സ് മേടിച്ചിടുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ്, കുറച്ചുകൂടെ കംഫർട്ടബിൾ. സോ ഞാൻ ഇനിയിപ്പോൾ അങ്ങനത്തെ സോക്സുകളൊക്കെ മേടിക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ ഷൂ ആണ്, ഈ ബാക്കിൽ ഇരിക്കുന്ന എല്ലാ ഷൂ ഐറ്റംസാണ്. ഷൂ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, 19 പൗണ്ട്, 29 പൗണ്ട്, 29.99, അപ്പം 30 പൗണ്ട്. ഈ അഡീഡാസിൻ്റെ ഷൂ ഡെക്കാത്ലോണിൽ എന്താ കാര്യം? ഇതെല്ലാം അഡീഡാസിൻ്റെ ഷൂ ആണല്ലോ. സ്കെച്ചേഴ്സ്, പ്യൂമ, അതുപോലെ ഇത് ഡെക്കാത്ലോൺ അല്ലി. നമ്മളവിടെ നിന്ന് വേറെ ബ്രാൻഡിൻ്റെ ഷൂ ഇങ്ങനെ വെക്കാറില്ല ഡെക്കാത്ലോണിൽ. എനിക്കൊന്ന് എന്തെങ്കിലും ടൈപ്പൊക്കെ കാണുമായിരിക്കും അവർക്ക്. 50 പൗണ്ട്സാണ് സ്കെച്ചേഴ്സിൻ്റെ. ഇത് ഹുഡി, ബ്ലാക്ക് ഹുഡി. ഇത് 19 പൗണ്ട്. ഇതും ഫുൾ സ്ലീവ് എന്തോ സ്വെറ്റർ എന്തോ. ഇത് ഹൈക്കിംഗ് ഷൂസാണ്. ഹൈക്കിംഗ് ഷൂ സ്റ്റാർട്ടിങ് 20 പൗണ്ടാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ കൊച്ചു ആ ബ്രാൻഡൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ജിമ്മിലൊക്കെ ഇടുന്ന ഫിറ്റ്നസ് വെയർ ടീഷർട്ടാണ്. ഇത് എത്ര? 7 പൗണ്ട്. ഇത് അതിൻ്റെ പാൻറ്റ്സ്. ഇത് മറ്റേ ട്രക്കിംഗ് ബാഗുകളാണ്, 60 ലിറ്റർ എല്ലാം ഉണ്ട്. 54, 44, 34 ആ റേറ്റൊക്കെയാണ് ബാഗ്സിൻ്റെ പ്രൈസ്. ഇതെല്ലാം ട്രക്കിംഗ് ഷൂസാണ്. 40 പൗണ്ട്. വാട്ടർ പ്രൂഫാണ്, ഫുള്ളി വാട്ടർ പ്രൂഫാണ് അതെല്ലാം. ഇതെല്ലാം വിൻ്റർ വെയർ ജാക്കറ്റ്സാണ്. 35 പൗണ്ട് ഇയറിന്. വാട്ടർ പ്രൂഫൊന്നുമില്ല, തെർമൽസ് ഉള്ളതാണ്. ഇതെല്ലാം 14 പൗണ്ട് തൊട്ട് തുടങ്ങും ഈ ഒരു വിൻ്റർ വെയർ ജാക്കറ്റ്സ്. ഇതെല്ലാം വാട്ടർ പ്രൂഫാണ്. മഞ്ഞൊക്കെ വീഴുമ്പോൾ നല്ലതായിരിക്കും. ഇത് -10 ഡിഗ്രി വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ജാക്കറ്റാണ്. 70 പൗണ്ട്സ് 4 ക്ലാസ്സിൻ്റെ വിത്തൗട്ട് ഹുഡ്. എല്ലാം ജാക്കറ്റ് സെക്ഷനാണ്. ഇത് ഡംബൽസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്നത്. ഫിറ്റ്നസ് സാധനങ്ങളാണ്.
ജിം ഗ്ലൗസും അങ്ങനെയുള്ള സംഭവങ്ങൾ 8 പൗണ്ട്സൊക്കെയാണ് റേറ്റ്. പിന്നെ യോഗ മാറ്റ്, എന്താ 1 kg ഡമ്പലോ. ബാൻഡ്സ് ഒക്കെ ഉണ്ട്, ടവൽസ്. സോ ഗൈസ്, ഇതൊക്കെയാണ്. ഇനി നമുക്ക് വേറെ ഷോപ്പിലോട്ട് പോവാം. ഇവിടെ ഫിറ്റ്നസിൻ്റെ സെക്ഷൻസ് ഉണ്ട്. ജിം ബാഗ്സ് ഒക്കെയാണ്. ഇത് 55 ലിറ്ററിൻ്റെത്, ഇത് 50 ലിറ്ററിൻ്റെത്, 9 പൗണ്ടൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഈ അഡീഡാസ് ബ്രാൻഡിന് എന്താ കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സിപ്പർ ബോട്ടിൽസൊക്കെ ഉണ്ട്. പിന്നെ പ്രോട്ടീൻ ബാറും എനർജി ജെല്ല് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പ്രോട്ടീൻ പൗഡറും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറും സെയിം ആണ്, ഗോൾഡ് സ്റ്റാൻഡേർഡ്. എൻ്റെത് പക്ഷേ ഐസൊലേറ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലും ഏകദേശം ഇങ്ങനത്തെയാണ്. ഈ ഒരു ടൈപ്പ് ബോട്ടിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ സ്മെല്ല് വരത്തില്ല ബോട്ടിലിൽ. ഒക്കെ വേറെ ബ്രാൻഡ്സിൻ്റെ ജാക്കറ്റുകളാണ്, ഹുഡിയുള്ള ടൈപ്പ്. ഇത് വാട്ടർ പ്രൂഫാണ്. 90 പൗണ്ട്സൊക്കെയാണ്. അപ്പോൾ ഏകദേശം 9,000 റുപ്പീസ്. കാണാൻ കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് UK ഡെക്കാത്തലോണിൻ്റെ കാഴ്ചകൾ. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോയി ഇവിടെ നിന്ന് ഇറങ്ങാം. സോ ഗൈസ്, നമ്മളങ്ങനെ ഡെക്കാത്തലോണിൽ ഇറങ്ങിയിട്ടുണ്ട്. UK ഡെക്കാത്തലോൺ ഇനി കണ്ടില്ലെന്ന് പറയല്. ഇവിടുത്തെ പ്രൈസ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പം കുറച്ച് കൂടുതലാണ്. ഡെക്കാത്തലോൺ ഫ്രാൻസ് ആണെങ്കിലും, മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണെങ്കിലും എന്ത് പറയാനാ, UK റേറ്റ് ഉണ്ട്. UK അപ്പോൾ ഫ്രാൻസിലാണോ എന്ന് ചോദിക്കും. അല്ല, ഫ്രാൻസ് യൂറോപ്പിലാണ്. എന്നാലും ചെറിയ ഡിഫറൻസേ വരുള്ളൂന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അവിടെ ടെസ്കോ എക്സ്ട്രാ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതേ അവിടെ. അപ്പോൾ തൽക്കാലം ഇന്ന് നമ്മുടെ ഫോക്കസ് ഈ ഒരു UK ഡെക്കാത്തലോൺ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. സോ ഇനി നമുക്ക് ക്രിസ്മസ് ടൈമാണ്. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ഒത്തിരി കിട്ടില്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അതുകൂടാതെ UK എല്ലാ സൂപ്പർ മാർക്കറ്റും വിസിറ്റ് ചെയ്യുന്നൊരു വീഡിയോ വരുന്നുണ്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും see you, bye. She's everything I never knew I wanted, and money won't buy her happiness. Yeah, she's my kind of glamorous, natural beauty, what it's all about.